കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുടുംബകോടതി വിഷയങ്ങളിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ്, അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായി കേൾക്കുന്ന ഒരു ടേമാണ് ഈ സമൻസ് എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പോൾ എന്താണ് സമൻസ്? ആ സമൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡേറ്റുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെയും അറിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേസിന് സംഭവിക്കുന്ന ഡിലേ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും എന്നൊരു കാര്യം മനസ്സിലാക്കുക. പല ആൾക്കാർക്കും ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് കേസ് ഇങ്ങനെ വലിച്ചു നീട്ടി വർഷങ്ങളോളം നീണ്ടു പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നത് എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലേ? അപ്പോൾ എന്താണ് സമൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ സമൻസ് എന്ന് പറയുന്നത് സിവിൽ പ്രൊസീജിയർ കോഡ് 1908 എന്ന് പറയുന്ന ആയിരത്തിൽ വരുന്ന ഓർഡർ 5 എന്ന് പറയുന്ന ഒരു പോർഷനിലാണ് ഈ സമൻസിനെ കുറിച്ചിട്ട് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓർഡർ 5 എന്ന് പറയുന്നത് ഇഷ്യൂ ആൻഡ് സർവീസ് ഓഫ് സമൻസ് എന്നുള്ളതാണ് ഇത് ഓർഡർ 5 എന്നുള്ള ആ ഒരു ഹെഡിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സമൻസ്, അതിൻ്റെ ഡെഫിനിഷനാണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്താ പറയുക, കേസുള്ള ആൾക്കാർക്ക് നിർവചനങ്ങളൊന്നും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്നാൽ അത് അറിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് കോടതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, സമൻസ് എന്താ നമ്മളിത് പറയാം. വെൻ എ സ്യൂട്ട് ഹാസ് ബീൻ ഡ്യൂലി ഇൻസ്റ്റിറ്റ്യൂട്ടഡ്, എ സമൻസ് മേ ബി issued to the defendant to appear and answer the claim and to file the written statement of his defense, if any, within 30 days from the date of service of summon on that defendant എന്നുള്ളതാണ് എന്ത് സമൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കുടുംബ കോടതിയിൽ ഒരു കേസ് വരാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ഭാര്യ എന്ത് ചെയ്യുന്നു? കോടതിയിൽ പോയിട്ട് ഭർത്താവിന് എതിരെ ഒരു കേസ് ഫയൽ ചെയ്യുക. ആ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഒപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഭർത്താവുമായി ബന്ധപ്പെട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ, ഭർത്താവ് അങ്ങനെയാണ്, ഭർത്താവിൻ്റെ വീട്ടുകാർ ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ക്ലിയർ ആയല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് ചെയ്യണം? ഭർത്താവിനെ ഭാര്യ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കേണ്ട ഉത്തരവാദിത്തന്മാർക്കാണ്, കോടതിക്കാണുള്ളത് അല്ലേ? അപ്പോൾ കോടതി എന്ത് ചെയ്യുന്നു? ഒരു ചെറിയൊരു കടലാസ്, ആ കടലാസിൽ എന്തെഴുതാണ്? കേസിൻ്റെ നമ്പർ എഴുതുന്നു. അതിനുശേഷം ഏത് കോടതിയിൽ നിന്നാണ് ആ കേസ് വരുന്നത് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അത് ഏത് തരത്തിലുള്ള കേസാണ്, അതായത് OP ആണോ, MC ആണോ, GOP ആണോ, അല്ലെങ്കിൽ ഗോൾഡ് OP ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം ഈ കേസ് ആദ്യമായിട്ട് എന്നാണ് വിളിക്കാൻ പോകുന്നത്, അതായത് ഹിയറിംഗ് ഡേറ്റ് എന്നാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ഒരു കടലാസ് എന്ത് ചെയ്യുന്നു? ഭർത്താവിനെ ഭാര്യ കൊടുത്തിട്ടുള്ള ഭർത്താവിൻ്റെ അഡ്രസ്സിലേക്ക് അയക്കുന്ന ഒരു പ്രോസസ്സ്. അങ്ങനെ അയക്കുന്ന ആ ചെറിയ ഒരു കടലാസ് കഷ്ണം, പണ്ടൊക്കെ നമ്മൾ വാറോല എന്നുള്ള പേരൊക്കെയാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. അങ്ങനെ അയക്കുന്ന ആ ഒരു ക്ഷണക്കത്തിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സമൻസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സമൻസ് നമ്മുടെ പേരിലേക്ക് വന്നു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. കോടതി നമ്മളെ ഒരു കാര്യം അറിയിക്കുകയാണ്, നിങ്ങളുടെ പേരിൽ വേറൊരാൾ ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കേസിൻ്റെ സംസാരം വരാൻ പോകുന്ന ഡേറ്റ് ഇതാണ്, അന്ന് നിങ്ങൾ കോടതിയിൽ ഹാജരാകണം എന്നാണ് അതിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? ഇതാണ് സമൻസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ കയറി വരുന്നൊരു ടേം ഉണ്ട്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്? അപ്പോൾ ഭാര്യ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കെതിരെ കുറേ അലിഗേഷൻസ് എല്ലാം വെച്ചുകൊണ്ട് കേസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എതിർക്കുന്നുണ്ടോ, എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം? അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയെ അറിയിക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെ? എഴുതിക്കൊണ്ട് അറിയിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ഭാഗത്തുള്ള ന്യായം കോടതിയെ അറിയിക്കുന്ന ആ ഒരു ചെറിയ ഒരു പരിപാടിനെ പറയുന്ന പേരാണത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചോദ്യം ഇതാണ്, എത്ര ദിവസം
കൊണ്ട് വേണം റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് സമൻസ് ഓൺ ദാറ്റ് ഡിഫൻഡൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഭർത്താവിന് എന്ത് സംഭവിക്കുന്നു, സമൻസ് കിട്ടിയ ആ ഡേറ്റ് മുതൽ 30 ദിവസത്തിനുള്ളിൽ ഭർത്താവ് എന്ത് ചെയ്യണം, കോടതിയിൽ ഭർത്താവിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും എന്ത് ചെയ്യണം, റെപ്രസെൻറ്റ് ചെയ്യണം, എഴുതി തന്നെ എന്ത് ചെയ്യണം, മറുപടി ആയിട്ട് നമ്മൾ ഫയൽ ചെയ്യണം. ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ എത്ര ആൾക്കാർ ഇതുപോലെ 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യാറുണ്ട്? വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. 6 മാസം ഒരു 6 മാസം ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ടേക്ക് ഇതുപോലെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മറുപടി ഫയൽ ചെയ്യുന്നതാണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം നിങ്ങളിത് ഫയൽ ചെയ്യാൻ നേരം വൈകുന്തോറും എന്ത് സംഭവിക്കുന്നു, കേസ് എന്ന് പറയുന്നത് നീണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ കണ്ടുവരുന്നത്. ക്ലിയർ ആയില്ല? അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായി. 30 ദിവസത്തിന് സമൻസ് കിട്ടി, 30 ദിവസത്തിനുള്ളിൽ ഇത് ഫയൽ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ഉണ്ട്, ഡിഫൻഡൻറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഡിഫൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഭാര്യ കേസ് കൊടുക്കുന്നു ആർക്കെതിരെയായിട്ട്, ഭർത്താവിനെതിരെ. അപ്പോൾ ഇവിടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തെന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, ഡിഫൻഡൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സമൻസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു, ഡിഫൻഡൻറ്റ് ആരാന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു, സമൻസ് എത്ര ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യണം എന്നുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ കട്ടായിട്ട് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ സമൻസിനുള്ള ഈ സമൻസ് വന്നു, അതിനുള്ള മറുപടി റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ കോടതിയുടെ നമുക്കത് ഫയൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് നീട്ടി കിട്ടുവാനായിട്ട് കോടതിക്ക് നമ്മൾ സഹായിക്കുവാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊക്കെ ആയില്ലേ? സോ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.